ഹേ ഗായ്സ്, നാനോ റെസ്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കളിക്കുന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D എന്ന് പറഞ്ഞ ഗെയിമാണ്. ഇതിനു മുമ്പ് എൻ്റെ ഈ ചാനലിൽ ഞാൻ ഈ ഗെയിമിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. ഇതിനു മുമ്പത്തെ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക ഗൈസ്. ഈ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക ഗൈസ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഇനിയും എങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, എങ്ങനത്തെയാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇപ്പം നമ്മുടെ മച്ചാൻ ഏതായാലും രാവിലെ തന്നെ നല്ല അടിപൊളിയായി ഫ്രഷായി ഏറ്റിട്ടുണ്ട് ഗൈസ്. ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ വേറെ ഒന്നും ഗൈസ്, നമുക്കൊരു വണ്ടി മേടിക്കണമെന്നുണ്ട് ഗൈസ്. അപ്പം അതിനുള്ള പരിപാടിയിലാണ് നമ്മുടെ മച്ചാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നല്ല മച്ചാൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് ഈ സെക്കൻഡ് ഹാൻഡ് കാർസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഇങ്ങനെ ഈ സെക്കൻഡ് ഹാൻഡ് കാറുകളും പിന്നെ ബൈക്കും ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അത് കേട്ടപ്പോൾ നമ്മുടെ മച്ചാൻ ഉറപ്പിച്ചു അവിടെ നിന്നൊരു വണ്ടി എടുക്കണം. വേറെ ഒന്നുമല്ല, ഫസ്റ്റ് ടൈം വണ്ടി എടുക്കാൻ നമ്മുടെ കയ്യിൽ അങ്ങനെ പൈസ ഇല്ല. പക്ഷേ അവിടെയുള്ള സെക്കൻഡ് ഹാൻഡ് കാർസിനൊക്കെ നല്ല വിലക്കുറവുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അവിടെ എല്ലാം അടിപൊളി വണ്ടികളാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് പോകുമായിരുന്നാൽ മോശം ഗൈസ്. അപ്പം അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു ഗൈസ്. അപ്പം അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ചില ലുക്ക് ആവാൻ വേണ്ടി ഗൈസ് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറാം, കാറിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അടിപൊളിയായി ലുക്കായി. ഒരു മിലിറ്ററി ലുക്കിലുള്ള ബാഗും ടീഷർട്ടൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ബൈക്കാണ് ഗൈസ്. അവൻ നമുക്കൊരു 2 ദിവസത്തേക്ക് ഓടിക്കാൻ തന്നായിരുന്നു. പിന്നെ ഇന്നിപ്പം ഏതായാലും നമ്മൾ പുതിയ വണ്ടി എടുക്കുമല്ലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതൊന്ന് കൊടുത്തേക്കാം അവന്. പ്ലീസ് വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അടിച്ചു കൂട്ടി കേസ് നോക്കണ്ട. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകണം. അപ്പം അവിടെ എത്തിയിട്ട് നോക്കണം ഏതൊക്കെ നല്ല അടിപൊളി വണ്ടിയൊക്കെ ഉണ്ടെന്ന്, മസ്താങ്ങൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ഏതാണ്ട് കുറച്ച് ദൂരമേ ഉള്ളൂ. എന്നാലും എന്താ പറയുക, നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ്, നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഷോപ്പും കാര്യങ്ങളൊക്കെ. എൻ്റെ മോനെ വണ്ടിയൊക്കെ കിടപ്പുണ്ട് ഗൈസ്. ഗൈസ് ബൈക്ക് കിടപ്പുണ്ട് ഇവിടെ. പക്ഷെ എൻ്റെ മോനെ നല്ല അടിപൊളി കാര്യമാണ് ഗൈസ്. ബൈക്ക് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ബൈക്ക് വെക്കാം. ഓക്കെ, നമ്മൾ ബൈക്ക് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടിയൊക്കെ നോക്കാൻ വേണ്ടി പോകാം ഗൈസ്. അടിപൊളി ഗൈസ്, എൻ്റെ മോനെ ഗൈസ്. ഇത് ബൈക്കൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ അടിപൊളി ബൈക്ക് കേട്ടോ. ഈ ബൈക്കും പറ്റുമെങ്കിൽ നോക്കണം ഗൈസ്, ഇതും മേടിക്കാൻ പറ്റുമെങ്കിൽ നോക്കണം. അതിന് മുമ്പ് നമ്മുടെ കാർ നമുക്ക് നോക്കണം. ഗൈസ് ഓടിയാണെന്ന് തോന്നുന്നു. തോന്നുന്നല്ലേ ഗൈസ്, ഓടി തന്നെയാണ്. പിന്നെ പോലീസ് വണ്ടിയൊക്കെ കിടപ്പുണ്ട് എൻ്റെ മോനെ. പക്ഷേ ഗൈസ് നമ്മുടെ മസ്താങ്ക്, യെസ് നമ്മുടെ മസ്താങ്ക് ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. ഇതാണ് അവൻ പറഞ്ഞ മസ്താങ്ക്, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ മസ്താങ്ക്. പിന്നെ ഇവിടെ ലംബോർഗിനിയും, ഇത് വേറൊരു ബൈക്ക് ഗൈസ്. ഇതെന്ത് സംഭവം, ഇതേത് ബൈക്ക്? മറ്റേതുപോലെ ഇരിക്കുന്നു, കളർ വ്യത്യാസം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇത് അടിപൊളി ബൈക്കാണല്ലോ. ലംബോർഗിനി കിടപ്പുണ്ട്. പക്ഷേ ഗൈസ് നമ്മൾ മസ്താങ്ക് നോക്കാൻ വന്നതാണ് ഗൈസ്. എൻ്റെ മോനെ മസ്താങ്ക് വിട്ടൊരു കളിയില്ല കേട്ടോ ഗൈസ്. അടിപൊളി ഗൈസ്, ഇതിൻ്റെ കാര്യം നോക്കണം. അപ്പം ഇവിടെ ഇഷ്ടംപോലെ വണ്ടിയൊന്നും ഇല്ലേ പോലും ഗൈസ്. ഉള്ള വണ്ടിയൊക്കെ സീനുണ്ട്, നല്ല അടിപൊളി കേട്ടോ. ഇവിടെ ചുമന്ന വണ്ടി ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അതെൻ്റെ കൂട്ടുകാരൻ മേടിച്ചുകൊണ്ട് പോയി. അവൻ മേടിച്ചപ്പോൾ അവനെ എന്നോട് പറഞ്ഞു ഇവിടെ സംഭവമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഇതിനകത്താന്ന് തോന്നുന്നു മാനേജറും കാര്യം. മാനേജറിനോടൊക്കെ ചോദിക്കണമെന്ന് തോന്നുന്നു ഇതിൻ്റെ കാര്യം. മാനേജർ നമുക്ക് കാണാം. അതിന് മുമ്പ് നമുക്ക് വണ്ടി ഒന്ന് സെറ്റപ്പായി നോക്കട്ടെ. ഇപ്പോൾ ഗൈസ് കളക്ഷനൊക്കെ നല്ല അടിപൊളി കളക്ഷൻ തന്നെ കേട്ടോ ഗൈസ്. പിന്നെ ഈ പോലീസ് വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ ആൾക്കാർക്ക് കൊടുക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. എങ്ങനെയാണെങ്കിലും ഗൈസ് നമുക്ക് മസ്താങ്ക് പെരുത്ത് ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ നമ്മൾ ഏതായാലും അത് മേടിക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ ലംബോർഗിനിയും ബൈക്കൊക്കെ, ഇതൊക്കെ സമയം എന്ത് ഇട്ടേക്കുന്നത്. സ്ക്രാച്ചൊന്നും അവർക്ക് പ്രശ്നമില്ലെന്ന് തോന്നുന്നത്. കാരണം സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയതുകൊണ്ട് മേടിക്കുന്നൊരു വേണം എടുത്തുകൊണ്ട് ഓടേന്നായിരിക്കും. എന്താണേലും കൊള്ളാം. ഓടിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. പക്ഷേ നമുക്ക് മസ്താങ്ങിനോടാണ് മുഹബത്ത് ഗൈസ്. ഇത് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതിനകത്താന്ന് തോന്നുന്നു മാനേജറുള്ളത്. അതായത് ഓടിയൊക്കെ വലിയ സീനില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, മസ്താങ്ക് ലംബോർഗിനിയൊക്കെ കിടപ്പുണ്ട്. അതൊന്നും വേണ്ട ഗൈസ്, ലംബോർഗിനി വേണ്ട. പിന്നെ മസ്താങ്ങിൻ്റെ ലുക്ക് ഉണ്ടോ ഗൈസ്? ഈ ലുക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അടിപൊളി ലുക്ക്. പിന്നെ കളറൊക്കെ മാറ്റി നമുക്ക് സെറ്റപ്പാക്കി എടുക്കണം. അത് മേടിച്ചിട്ട് കളറൊക്കെ മാറ്റി ഗൈസ് നമുക്ക് മൊത്തത്തിലൊരു അടിപൊളി ഷെയ്ഡും കളറൊക്കെ കൊടുത്ത്
സെറ്റപ്പാക്കി എടുക്കണം. അതിനൊക്കെ ഇനി ടൈമുണ്ടല്ലോ. ആദ്യം നമ്മളിത് മേടിക്കണം ഗൈസ്, ഇതാദ്യം മേടിക്കണം. ഇനിയിപ്പം മാനേജറിനെ വഴി സംസാരിച്ച് മേടിച്ച് വരുമ്പോഴത്തേക്കും സീനാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം മാനേജറിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് ഇനി പൈസ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് വെറും കൈയോടെ പോകേണ്ടി വന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യും, മാനേജറിനോട് ചോദിച്ചിട്ട് വരാം ഗൈസ്. മാനേജറെ കണ്ടുവരാം. യെസ് ഗൈസ്, അങ്ങനെ നമുക്ക് വണ്ടിയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ വിചാരിച്ചതിനേക്കാളും വില കുറവായിരുന്നു ഗൈസ് ആ വണ്ടിക്ക്. അത് അടിപൊളി ഗൈസ്. എൻ്റെ മോൻ, ഇനി ഈ വണ്ടി നമുക്ക് സ്വന്തം ഗൈസ്. അടിപൊളി ഗൈസ് മസ്താങ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഇനി മസ്താങ് ഗൈസ്, അടിപൊളി. ഇനി വേറെ ഒന്നും വേണ്ട ഗൈസ്, വണ്ടിക്കകത്ത് കയറാം ഗൈസ്, അടിപൊളി. പിന്നെ ഈ വണ്ടി വില കുറഞ്ഞ് കിട്ടി. വേറെ ഒന്നുമല്ല, ഇതിനകത്ത് എന്തൊക്കെയോ സർവീസ് ചെയ്യാനും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് വില നമുക്ക് കുറഞ്ഞ് കിട്ടി. സർവീസ് ചെയ്യാനുള്ളതൊന്നും സീനില്ല ഗൈസ്, നമുക്ക് പിന്നെ അപ്പോഴും സർവീസ് ചെയ്യാം. ഇത് ഏത് വഴി പോട്ടെ. ഓക്കെ, ബാക്കിൽ കൂടെ പോകാം ഗൈസ്. മുമ്പിൽ അവന്മാരൊക്കെ വണ്ടി ഇട്ടിട്ട് തോന്നിയ വഴി ഇട്ടേക്കുന്നത്. എന്നാണ് നമുക്ക് കിട്ടേണ്ടത് ഗൈസ്, നമുക്ക് നേരെ പോകാം ഗൈസ്. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് ഈ ഒരു വണ്ടി കിട്ടി. പൈസ നമുക്കിനി ബാക്കിയുണ്ട്. നമ്മൾ ഉള്ള പൈസ മൊത്തം കൊടുത്തു, എന്നാൽ പോലും ഇനിയും പൈസ കുറച്ച് ബാക്കി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ സ്ഥിതിക്ക് നമുക്ക് ആ നീല ബൈക്കും കൂടെ മേടിച്ചാലുണ്ട് ഗൈസ്. അതിനാണെങ്കിൽ വില ഒടുക്കത്തെ കുറവാണ്. അപ്പം മറ്റേ ചോപ്പിനാണെങ്കിൽ നല്ല വിലയുണ്ട്, പക്ഷേ ഇതിന് അങ്ങനെ വിലയില്ല ഗൈസ്. ആ സ്ഥിതിക്ക് നമുക്ക് അതും കൂടെ മേടിച്ചാലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിൽ പോയിട്ട് നമുക്ക് ഡിഫൻഡർ എടുത്തോട്ട് പോകാം. ഡിഫൻഡറും ചെറിയ സർവീസിൻ്റെ കുറച്ച് ഇതുണ്ട് ഗൈസ്, കുറച്ച് ശരിയാക്കാനും മറക്കാനൊക്കെ ഉണ്ട്. കാരണം അന്ന് കൊണ്ട് കുറേ ഇടിച്ച് പൊളിപ്പിച്ചാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് അത് ശരിയാക്കാറുണ്ട്. അപ്പം ഇത് നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടിടാം ഗൈസ്. വീട്ടിൽ കൊണ്ടിടാം ഗൈസ്. ഒരു ചേച്ചി കിടന്നിരുന്നു. ചേച്ചി പുതിയ വണ്ടിയൊക്കെ മേടിച്ചറിഞ്ഞോ? നാട്ടുകാർക്കൊക്കെ ഭയങ്കര ബഹുമാനമാണ് ഗൈസ്, ഒന്നും കാര്യമാക്കണ്ട ഗൈസ്, എന്ത് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ആയിട്ട് എൻ്റെ മോനെ നമ്മുടെ മുറ്റത്തേക്ക് അങ്ങനെ ഒരു മസ്താങ് ഗൈസ്. യെസ്, ഇതിങ്ങനെ എല്ലാം ഇടണ്ടേ, നേരെ ഇടണ്ട. ഓക്കെ, നമുക്ക് നേരെ തിരിച്ചിടാം ഗൈസ്. ഓക്കെ, പെർഫെക്റ്റ് ഗൈസ്, പെർഫെക്റ്റ്. ഇവിടെ നമുക്ക് വണ്ടിയിട്ട് ഇറങ്ങാം ഗൈസ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഡിഫൻഡർ എടുത്ത് നമ്മുടെ ബൈക്ക് എടുക്കാനങ്ങ് പോകാം ഗൈസ്. കാരണം നമുക്ക് ബൈക്കിനി എടുക്കണം, ബൈക്ക് മേടിക്കാനുള്ള പൈസയൊക്കെ നമ്മുടെ സെറ്റപ്പാണ്. അപ്പം നേരെ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ പറന്ന് അങ്ങോട്ട് എല്ലാം ഗൈസ്. പിന്നെ ഈ ഡിഫൻഡർ എടുക്കുവാണെങ്കിൽ നമുക്കിത് സർവീസ് ചെയ്യാൻ അവിടെ കൊടുത്താൽ മതി. ഐ മീൻ അവിടെ കൊണ്ട് വിടുവാണെങ്കിൽ പിന്നെ എൻ്റെ ഫ്രണ്ട് വന്ന് എടുത്തുകൊണ്ട് അങ്ങ് പോക്കോളാം. അവനാണ് ഇതിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, അവനാണ് ഇതിൻ്റെ മെയിൻ കാര്യമൊക്കെ. നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം ഗൈസ്. ഓ, ആ ചേച്ചി പോയോ എന്തോ, ഭാഗ്യം പോയി എന്ന് തോന്നുന്നു. നമുക്ക് പയ്യം ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഇനി കാണണ്ട, ചേച്ചി ചിലപ്പോൾ കണ്ടാത്തത് പറയും, അതിപ്പോൾ പോകുന്നുണ്ട്. നമുക്ക് ഈ വഴി നേരെ വിടാം ഗൈസ്. ഓക്കെ, അപ്പം വണ്ടി അവിടെ കൊണ്ടെടുത്ത് ഇത് സർവീസ് ചെയ്യാൻ കൊടുത്ത് നമുക്ക് ബൈക്ക് കൊടുത്തുകൊണ്ട് വീട്ടിൽ വരണം ഗൈസ്. എൻ്റെ മോനെ, അപ്പോൾ ഇന്നോട്ട് നമ്മൾ റിച്ച് ലൈഫൊക്കെയാണെന്ന് വിചാരിക്കും, പക്ഷേ ഉള്ള പൈസ മൊത്തം കളഞ്ഞിട്ടാണ് മേടിക്കുന്നത്. എൻ്റെ അമ്മ, ഓ, ഡോറുമൊത്ത് ഇളകി പോയാ? ഇല്ല കേട്ടാ, സീനില്ല ഗൈസ്, സർവീസ് ചെയ്യാനല്ലേ വണ്ടി കൊടുക്കുന്നേ, സീനില്ല. നമ്മുടെ ഈ പൈസയൊക്കെ ഉണ്ട്, ലോൺ എടുക്കേണ്ടി വരും ഗൈസ് ഇന്ന് പോയിട്ട്. ഓക്കെ ഗൈസ്, ഓക്കെ, നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വണ്ടി നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ ഡോറൊക്കെ തുറന്നു വരുന്നു. നമ്മളിനി ഇറങ്ങുമ്പോൾ ഡോർ തുറക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് ഇടാം. കാരണം ഇല്ല കൂടെ പോകുന്ന ആൾക്കാർക്ക് കണ്ടൊന്നുമില്ല. ഈ സവാരി എളുപ്പമുണ്ട്, നമ്മുടെ വണ്ടിക്കണ്ട് കൂടി ഇടിക്കും. ഇനിയും പൈസ കൊടുക്കാൻ വയ്യ. ഓക്കെ, ഡോറൊന്നും അടയ്ക്കണ്ടാവും, തുറന്നു വരും. ഓക്കെ, നമ്മുടെ ബൈക്ക് ഇവിടെ കിടപ്പുണ്ട്, അതാവുമ്പോൾ വന്ന് എടുത്തോളും ഗൈസ്. ബൈക്കൊക്കെ ആകുമ്പോൾ വന്ന് എടുത്തോളും. ഓക്കെ, നമുക്ക് ഈ ബൈക്കും കൂടെ മേടിക്കണം ഗൈസ്. ഈ ബൈക്കും മേടിച്ച്, ഈ ബൈക്കല്ല സോറി, നീല ബൈക്കും മേടിച്ച് അടിപൊളിയായിട്ട് വീട്ടിൽ പോകണം ഗൈസ്. ഇതേതായാലും ഇവിടെ കിടക്കട്ടെ, നമുക്ക് എന്തായാലും ബൈക്ക് മേടിച്ച് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, പിറ്റേ ദിവസം ആയിട്ടുണ്ട്. കാരണം നമ്മൾ ബൈക്കൊക്കെ മേടിച്ച് വന്ന് അതൊക്കെ മേടിച്ച് ബൈക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് ഗൈസ്. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ നല്ല ഗൈസ്, ബൈക്കും കാര്യങ്ങളൊക്കെ മേടിച്ചു. നമ്മുടെ ഡിഫൻഡർ അവിടെ സർവീസ് ചെയ്യാൻ കൊടുത്തത്, അവൻ എടുത്തുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. പിന്നെ നല്ലൊരു ദിവസം ഗൈസ്, അടിപൊളി. അപ്പം ഏതായാലും വീട്ടിലൊക്കെ വന്ന് മസ്താങ് കിടപ്പുണ്ട് ഗൈസ്. ഇന്നലെ മൊത്തം മസ്താങ്ങിലായിരുന്നു, രാത്രി വരെ എല്ലൊക്കെ വണ്ടി ഓടിച്ച് നടക്കുമായിരുന്നു ഗൈസ്. അടിപൊളി. നമ്മുടെ ബൈക്ക് ഇതവിടെ കിടപ്പുണ്ട്, മസ്താങ്ങൊക്കെ അടിപൊളിയായി സെറ്റപ്പായി. നമ്മുടെ ബൈക്ക് അവിടെ കിടപ്പുണ്ട് ഗൈസ്. യെസ്, പിന്നെ ഏതായാലും ഇനിയും ബൈക്കിലൊന്ന് കയറി കുറച്ച് സമയം റൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം ഗൈസ്. യെസ്, ഈ സിറ്റി മൊത്തം ഒന്ന് കറങ്ങണം, കുറച്ച് സമയം ഇതിൽ കറങ്ങി നടക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടി ഗൈസ്. യെസ്, അപ്പം ഗൈസ് ഒന്നുകൂടെ പറയാം ഗൈസ്, വീഡിയോ കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്, ഷെയർ ചെയ്തില്ലെങ്കിൽ ഷെയർ ചെയ്യുക ഗൈസ്. ഇതുവരെ സബ് ചെയ്യാത്തവരുണ്ട് ഗൈസ്, ഒന്ന് സബ് ചെയ്യുക പ്ലീസ്, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ ഇത്രയേ ഉള്ളൂ, ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം ഗൈസ്. ബൈ.